ഡിയർ സ്റ്റുഡൻസ്, നമുക്കിന്ന് ഇലക്ട്രോണിക്സ് ലാബ് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനോടൊപ്പം ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഫെമിലറൈസേഷൻ ഓഫ് ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റ്സ് വിത്ത് സ്പെസിഫിക്കേഷൻ ആണ്. ഇവിടെയാണ് ആക്ച്വലി ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ കമ്പോണൻറ്റ്സിനെയും നമ്മൾ പരിചയപ്പെടുന്നത് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിലാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോണിക്സ് ഡിവൈസുകളിലൊക്കെ കാണുന്ന ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് കമ്പോണൻസുകളാണ്. ഇലക്ട്രോണിക്സ് കമ്പോണൻസിനെ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: പാസീവ് കമ്പോണൻറ്റ് ആൻഡ് ആക്റ്റീവ് കമ്പോണൻസ്. നിങ്ങളിപ്പോൾ കാണുന്ന പാസീവ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റേഴ്സ് ആണ്. മെയിൻലി 3 ടൈപ്പ് പാസീവ് കമ്പോണൻറ്റുകളാണ്. ഒന്ന് റെസിസ്റ്റേഴ്സ്, നെക്സ്റ്റ് കപ്പാസിറ്റേഴ്സ്, നെക്സ്റ്റ് ഇൻഡക്റ്റേഴ്സ്. നമുക്കിനി ഫസ്റ്റ് പാസീവ് കമ്പോണൻ്റായ റെസിസ്റ്ററിനെ കുറിച്ച് പരിചയപ്പെടാം. അത് മാനുഫാക്ചർ ചെയ്യുന്ന മെറ്റീരിയലിനനുസരിച്ച് ഡിഫറൻറ്റ് ടൈപ്പ് റെസിസ്റ്റേഴ്സ് ഉണ്ട്. ആദ്യം കാണുന്ന ഒരു 4 റെസിസ്റ്ററുകൾ കാർബൺ റെസിസ്റ്ററുകളാണ്. ദെൻ ഇത് വയർ വൗണ്ട് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വാട്ടേജ് റേറ്റിംഗ് കൂടിയ വയർ വൗണ്ട് റെസിസ്റ്ററാണ്. അതുപോലെ ഈ കാണുന്ന ഇത്രയും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, അതിൻ്റെ വാല്യൂ ഫിക്സഡ് ആയിരിക്കും. ദെൻ ഇപ്പോൾ കാണുന്ന ഈ 2 റെസിസ്റ്ററുകളും ഈ റെസിസ്റ്ററും ഇത് വേരിയബിൾ ആണ്. ഇതിൻ്റെ വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ വാല്യൂ നമുക്കിങ്ങനെ മാറ്റാൻ പറ്റും. ദെൻ ചില വാട്ടേജ് കുറഞ്ഞ ഇത്തരം റെസിസ്റ്ററുകളിൽ കളർ കോഡ് കൊണ്ടാണ് അതിൻ്റെ വാല്യൂ കാണിച്ചിരിക്കുന്നത്. ഞാനൊരു റെസിസ്റ്റർ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതൊരു കാർബൺ ഫിക്സഡ് റെസിസ്റ്ററാണ്. അതിൻ്റെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ബ്രൗൺ ആണ്, സെക്കൻഡ് കളറ് ഗ്രീനാണ്, തേർഡ് കളർ എന്ന് പറയുന്നത് റെഡാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബ്രൗണിൻ്റെ കോഡ് 1, ഗ്രീനിൻ്റെ കോഡ് 5, ദെൻ മൂന്നാമത്തെ ബാൻഡ് എന്ന് പറയുന്നത് നമ്മൾ മൾട്ടിപ്ലയർ ടു യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ആക്ച്വലി ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.5K. ടോളറൻസ് ബാൻഡ് ഗോൾഡ് വരുന്നത് കൊണ്ട് ±5%. ദാറ്റ് മീൻസ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.5Kയിൽ നിന്നും +5% കൂടാം, ചിലപ്പോൾ അത് കുറയാം. എന്നാൽ കുറച്ചുകൂടെ ആക്യുറസി ആയിട്ടുള്ള റെസിസ്റ്ററാണ് മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ്. ഈ മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ് പ്രത്യേകം എന്ന് പറഞ്ഞാൽ അത് 4 ബാൻഡ് ആയിരിക്കത്തില്ല, കളർ ബാൻഡ് 5 ബാൻഡ് കാണും. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള കറക്റ്റ് വാല്യൂ ആക്യുറസി ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സുകളിൽ നമ്മൾ ഇത്തരം റെസിസ്റ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് ഇത് മെറ്റൽ ഫിലിമാണ്. മെറ്റൽ ഫിലിം ആയതുകൊണ്ട് നമുക്ക് എൻഗ്രേവ് ചെയ്ത് കറക്റ്റ് വാല്യൂ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ കാണുന്നതെന്ന് പറയുന്നത് 1 ടൈപ്പ് ഓഫ് വയർ വൗണ്ട് റെസിസ്റ്ററാണ്. ഇത് ഫിക്സഡ് ആണ്. ഇതിൻ്റെ വാട്ടേജ് റേറ്റിംഗ് വളരെ കൂടിയതാണ്. അതിൻ്റെ വാല്യൂ കളർ കോഡിലല്ല കാണിക്കുന്നത്, ഇതിൻ്റെ വാല്യൂസ് ഇതിൻ്റെ മേൽ ടോപ്പിൽ എഴുതിയിട്ടുണ്ടാകും. ഇത് വളരെ വാട്ടേജ് റേറ്റിംഗ് കുറഞ്ഞ 1/8 വാട്ടാണ്. ഇത് 1/4 വാട്ട്, ഇത് 1 വാട്ട്, ഇത് രണ്ടും 2 വാട്ട്സ്. ഇത് 5 വാട്ട്സിൻ്റെ ഒരു ഫ്യൂസുകൾ. ഈ കാണുന്ന റെസിസ്റ്റർ ഫ്യൂസിബിൾ റെസിസ്റ്ററാണ്. കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇത് ഇൻറ്റേർണലായിട്ടുള്ള ആ റെസിസ്റ്റൻസ് വയർ ബേണായിപ്പോവും. അങ്ങനെ ഒരു ഫ്യൂസ് പോലെ ആക്ട് ചെയ്യുന്ന ഫ്യൂസിബിൾ റെസിസ്റ്ററാണ്. ഇത് രണ്ടും വേരിയബിൾ റെസിസ്റ്ററാണ്. ഇതിൻ്റെ വാല്യൂ നമുക്ക് അതിൻ്റെ ആ മാക്സിമം വാല്യൂയിൽ നിന്നും കുറച്ച് 0 വരെ കൊണ്ടുവരാം. 0 to മാക്സിമം വരെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത് LDR എന്ന് പറയുന്ന 1 ടൈപ്പ് ഓഫ് വേരിയബിൾ റെസിസ്റ്ററാണ്. ലൈറ്റിനനുസരിച്ച് ഇതിൻ്റെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യും. ദെൻ ഈ കാണുന്ന ഇതെല്ലാം രണ്ടാമത്തെ പാസീവ് കമ്പോണൻ്റായ കപ്പാസിറ്റേഴ്സാണ്. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ 2 പ്ലേറ്റ് ഇടയിലൊരു ഡൈഇലക്ട്രിക്.
ഡൈഇലക്ട്രിക് ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഡിഫറൻറ്റ് ടൈപ്പ് കപ്പാസിറ്റർ ഉണ്ട്. അതുപോലെ റെസിസ്റ്റർ പോലെ തന്നെ ഇതും ഫിക്സഡ് ഉണ്ട്, വേരിയബിൾ ഉണ്ട്. ഈ കാണുന്ന കപ്പാസിറ്ററുകളെല്ലാം ഫിക്സഡ് വാല്യൂ ആണ്. ഇതും കപ്പാസിറ്റർ തന്നെയാണ്. ഈ ആദ്യം കാണുന്ന കപ്പാസിറ്റർ ഡിസ്ക് ഷേപ്പിലിരിക്കുന്നത് കൊണ്ട് ഇത് നമ്മൾ ഡിസ്ക് കപ്പാസിറ്റർ എന്ന് പറയും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ചില കപ്പാസിറ്ററുകളിൽ കളർ കോഡ് കാണും. ഇവിടെ ഇപ്പോൾ കളർ കോഡിൻ്റെ സാമ്പിൾ ഇല്ല. ഇതിനകത്തൊരു കോഡുണ്ട്. ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. 103 എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ 103, 3 മീൻസ് നമ്പർ ഓഫ് 0. അപ്പോൾ 10 പിന്നെ ഒരു 3 0 കൂടെ കൊടുക്കണം. അത്രയും പീക്കോ ഫാരഡ് ആയിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഈ കാണുന്നതെല്ലാം ഡിസ്ക് കപ്പാസിറ്ററാണ്. ഇത് പോളിസ്റ്റർ കപ്പാസിറ്ററാണ്. ഇത് പേപ്പർ കപ്പാസിറ്ററാണ്. ഈ കാണുന്ന 2 കപ്പാസിറ്റർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയ കപ്പാസിറ്ററാണ്. അതിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. ഇത് രണ്ടും ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ്. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ ഇവിടെ നോക്കിയാൽ അറിയാം. ആദ്യം കാണുന്നത് ഇത് മാനുഫാക്ചർ ചെയ്ത കെൽട്രോൺ എന്ന് പറയുന്ന കമ്പനിയുടെ പേരാണ്. ഇത് 220 മൈക്രോ ഫാരഡ് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ. ദെൻ ഇവിടെ കാണുന്നത് വോൾട്ടേജ്. ഈ കപ്പാസിറ്റർ ഇവിടെ വാല്യൂ 270 മൈക്രോ ഫാരഡ്. ഇത് 450 വോൾട്ട്. 450 വോൾട്ട് മീൻസ് ഇത് നമുക്ക് മാക്സിമം 450 വോൾട്ട് വരെ നമുക്ക് ഉള്ള പർപ്പസിന് ഇത് യൂസ് ചെയ്യാം. വാല്യൂ എന്ന് പറയുന്നത് 270 മൈക്രോ ഫാരഡാണ്. ഇത് വന്നിട്ട് 1000 മൈക്രോ ഫാരഡ് 100 വോൾട്ടാണ്. ഇതും എങ്ങനെയാണ്? അതിൻ്റെ വാല്യൂ 1000 മൈക്രോ ഫാരഡ്, അതിൻ്റെ വോൾട്ടേജ് 100 വോൾട്ട്. കപ്പാസിറ്റർ ഫിക്സഡ് കപ്പാസിറ്ററിന് 2 ടെർമിനൽ കാണും. അതിൽ ഈ നെഗറ്റീവ് മാർക്ക് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് ടെർമിനൽ, പോസിറ്റീവ് ടെർമിനൽ മാർക്ക് ചെയ്തിട്ടില്ല. ഇനി ലെന്ത് വൈസിലാണെങ്കിൽ ഒരു കപ്പാസിറ്റർ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ലെന്ത് കൂടിയത് പോസിറ്റീവും ലെന്ത് കുറഞ്ഞത് നെഗറ്റീവുമായിരിക്കും. ഇലക്ട്രോലൈറ്റിക്കിന് മാത്രമാണ് ഇതുപോലെ പ്ലസും മൈനസും ഒക്കെ ഉള്ളത്. ഇത് പൊളാരിറ്റി ഉള്ളതാണ്. പൊളാരിറ്റി നോക്കി വേണം സർക്യൂട്ടിൽ നമ്മൾ കണക്ട് ചെയ്യാൻ. എന്നാൽ ഇത്തരം കപ്പാസിറ്ററുകൾക്ക് പൊളാരിറ്റി ഇല്ല. സർക്യൂട്ടിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ, റെസിസ്റ്ററിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ ആൻഡ് വാട്ടേജ്. വാട്ടേജ് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്ററിൻ്റെ സൈസും കൂടും. അപ്പോൾ ഒരു റെസിസ്റ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് മെയിൻ സ്പെസിഫിക്കേഷൻ, വാല്യൂ ആൻഡ് വാട്ടേജ്. അതുപോലെ ഒരു കപ്പാസിറ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന അതിൻ്റെ വാല്യൂ ആൻഡ് വോൾട്ടേജ്. ഇനി മൂന്നാമത്തെ പാസീവ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇൻഡക്റ്റേഴ്സ്. ഈ കാണുന്നത് ഒരു ടൊറോയിഡൽ ടൈപ്പിലുള്ള ഒരു ഇൻഡക്ടറാണ്. ഈ കാണുന്നത് കണ്ടാൽ റെസിസ്റ്റർ ആണെന്ന് തോന്നും, പക്ഷേ ഇതും വൺ ടൈപ്പ് ഓഫ് ഇൻഡക്ടറാണ്. ഇതിനകത്ത് ആക്ച്വലി ഇതിലുള്ളത് പോലെ തന്നെ ഒരു കോയിലാണ് ഇതിനകത്ത് ഉള്ളത്. അത് കളർ കോഡ് ചെയ്തിട്ടാണ് അതിൻ്റെ വാല്യൂ കാണിച്ചിട്ടുള്ളത്. ഈ കാണുന്ന രണ്ടും ഫിക്സഡ് ഇൻഡക്ടറാണ്. ഇത് ഒരു ഇൻഡക്ടറാണ്. ഈ ബോർഡിനകത്തുള്ള ഇതും വൺ ടൈപ്പ് ഓഫ് ഇൻഡക്ടറാണ്. ഈ കാണുന്ന ഇൻഡക്ടർ എന്ന് പറയുന്നത് ഇത് വേരിയബിളാണ്. അതിൻ്റെ വാല്യൂ നമുക്ക്, അതിൻ്റെ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഈ കാണുന്ന അകത്തുള്ള ആ സ്ലോട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കതിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. മറ്റുള്ള പാസീവ് കമ്പോണൻ്റ് പോലെ തന്നെ ഇൻഡക്ടറിലും അപ്പോൾ ഫിക്സഡും ഉണ്ട്, വേരിയബിളും ഉണ്ട്. ഈ കാണുന്നത് ഇതൊരു ട്രാൻസ്ഫോമറാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇത് ട്രാൻസ്ഫോമറാണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. ഈ ട്രാൻസ്ഫോമറിലും അതുപോലെ തന്നെയാണ്. ഈ 2 വയർ ചേരുമ്പോൾ ഒരു ഇൻഡക്ടറാണ്. ഇതും അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ 2 ഇൻഡക്ടറുകൾ ചേർന്നിട്ടുള്ള ഒരു കമ്പോണൻ്റാണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ നമുക്ക് വേണമെങ്കിൽ ഇന്ന് നമുക്ക് ഇൻഡക്ടർ എന്ന് പറയാം. പ്രൈമറി അല്ലേ? ഇത് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി. ഈ കാണുന്നത് സെക്കൻഡറി. ഒരു ഇൻഡക്റ്റൻസിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് മറ്റുള്ള പാസീവ് കമ്പോണൻ്റ് പോലെ തന്നെയാണ്. ഇതിന് സ്പെസിഫിക്കേഷൻ ഉണ്ട്. അതിൻ്റെ ഇൻഡക്ടറിൻ്റെ പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കാണും. അതുപോലെ തന്നെ കോറായിട്ട് യൂസ് ചെയ്യുന്നത്
ഒന്നും കോറായിട്ട് യൂസ് ചെയ്ത് ഈ കാണുന്നതാണ് കോർ എന്ന് പറയുന്നത്. കോറായിട്ട് ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ ആ ഇൻഡക്ടറിനെ നമ്മൾ എയർ കോർഡ് കോർ എന്ന് പറയും. ഈ കാണുന്നതെന്ന് പറയുന്നത് ഒരു ഫെറൈറ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഇതൊരു ഫെറൈറ്റ് കോറാണ്. അതുപോലെ തന്നെ ഞാൻ ഈ കാണുന്ന ട്രാൻസ്ഫോമറിൽ കാണുന്നത് ഈ പോർഷൻ, ഇത് ഒരു കോറാണ്. ഇത് അയണാണ്. ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷന് നമ്മൾ കോറായിട്ട് അയൺ കോർ യൂസ് ചെയ്യും. ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷനിൽ കോറായിട്ട് നമ്മളിങ്ങനെ ഫെറൈറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്യും. അപ്പോൾ ഒരു ഇൻഡക്ടറിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ ദെൻ കോർ. അടുത്ത് നമുക്ക് ഇലക്ട്രോണിക് കമ്പോണൻസിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ, അതായത് ആക്റ്റീവ് കമ്പോണൻസുകൾ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ആക്റ്റീവ് കമ്പോണൻസുകളാണ്. ഇത് നമ്മുടെ എക്യുപ്മെൻസുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഡിഫറൻറ്റ് ടൈപ്പ് ആക്റ്റീവ് കമ്പോണൻസുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഡിഫറൻറ്റ് ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഡയോഡ്സ്. ഈ കാണുന്നത് ഇതെല്ലാം നമുക്ക് ഡയോഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആക്റ്റീവ് കമ്പോണൻ്റാണ് ഡയോഡ്. ദെൻ ഇനി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ താഴെ ഇവിടെ കാണുന്ന ഇതൊക്കെ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആക്റ്റീവ് കമ്പോണൻ്റാണ്. അതിനുശേഷം ഈ കാണുന്നതെല്ലാം ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ICs ആണ്. അത് കഴിഞ്ഞിട്ട് മൈക്രോ പ്രോസസർ, മൈക്രോ കൺട്രോൾ മാതിരിയുള്ള സാധനങ്ങൾ, ഇതെല്ലാം നമുക്ക് ആക്റ്റീവിൽ വരുന്ന കമ്പോണൻസുകളാണ്. ഇത് ഡയോഡ്, PN ജംഗ്ഷൻ ഡയോഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇവിടെ ഈ ഡയോഡ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലൊരു സിൽവർ ഒരു കളർ കാണുന്നുണ്ട്. ഇത് ഡയോഡിൻ്റെ കാഥോഡ് എന്ന് പറയുന്ന ടെർമിനലാണ്. ദെൻ ഇപ്പുറത്തെ പോർഷൻ എന്ന് പറയുന്നത് ആനോഡാണ്. ഇത് സാധാരണ റെക്ടിഫയർ മാതിരിയുള്ള ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഡയോഡാണ് ഈ കാണുന്നത്. 1N4007 എന്ന് പറയും. ഇത് മാക്സിമം ഇതിൻ്റെ കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് 1 ആംപിയർ ആണ്. ഈ കാണുന്നത് മറ്റൊരു ടൈപ്പ് റെക്ടിഫയർ ഡയോഡാണ്. ഇത് 2 ആംപ്സിൻ്റെ ഒരു റെക്ടിഫയർ ഡയോഡാണ് ഈ കാണുന്നത്. ഇതും അതുപോലെ തന്നെയാണ്. ഇത് ആനോഡ്, ഇത് കാഥോഡ്. അതുപോലെ അടുത്ത ടൈപ്പാണ് ഈ കാണുന്നതെല്ലാം. ഇതൊക്കെ സെനാർ ഡയോഡ് എന്ന് പറയുന്ന ഇത് മൂന്നും സെനാർ ഡയോഡാണ്. ഇത് സിഗ്നൽ ഡയോഡാണ്. ഇനി വേറെ ടൈപ്പ് LED. ഇതെല്ലാം നമുക്ക് ഡയോഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി വേറൊരു സാധനമുണ്ട്. ഇത് 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ. ഇത് കോമ്പിനേഷനാണ്. ഇത് ഒത്തിരി ഡയോഡുകൾ ചേർത്തിട്ട് നമുക്ക് 0 to 9 വരെയുള്ള ഡെസിമൽ നമ്പേഴ്സിനെ എല്ലാം ഡിസ്പ്ലേ ചെയ്യിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ. ഇതിലൊരു കോമൺ ടെർമിനൽ കാണും. ഈ എക്യുപ്മെൻസിൽ ഈ ഡിസ്പ്ലേ എല്ലാം നിങ്ങൾ കാണുന്നത് ഇത്തരം 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ മൈക്രോ കൺട്രോളർ, മൈക്രോ പ്രോസസറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യിക്കുന്നതാണ്. ഈ കാണുന്നത് ട്രാൻസിസ്റ്റർ എന്ന് പറയും. രണ്ടാമത്തെ ആക്റ്റീവ് കമ്പോണൻ്റാണ് ട്രാൻസിസ്റ്റർ. അതിനൊരു 3 ടെർമിനലുകൾ കാണും. ബേസ്, എമിറ്റർ ആൻഡ് കളക്ടർ. 3 ടെർമിനൽ കാണും. ബേസ്, എമിറ്റർ, കളക്ടർ. ചില ട്രാൻസിസ്റ്ററിന് ഫസ്റ്റ് ടെർമിനൽ എന്ന് പറയുന്നത് ബേസ് ആയിരിക്കും. ചില ട്രാൻസിസ്റ്ററുകളിൽ സെൻറ്റർ ആയിരിക്കും അതിൻ്റെ ബേസായിട്ട് വരുന്നത്. അതൊരു മൾട്ടിമീറ്ററിൻ്റെ സഹായത്തോടു കൂടി നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഏതാണ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസ്, എമിറ്റർ, കളക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. അത് തുടർ ലാബുകളിൽ നമുക്കത് പഠിക്കാൻ പറ്റും. ഈ കാണുന്നത് പവർ ട്രാൻസിസ്റ്ററാണ്. ആംപ്ലിഫയറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്ററാണിത്. ഇത് പവർ ട്രാൻസിസ്റ്റർ. ഒത്തിരി കറണ്ട് റേറ്റിംഗ് ഒക്കെ ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ പവർ ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്യും. ഇതിനിവിടെ 2 ടെർമിനലേ നിങ്ങൾ കാണുന്നുള്ളൂ എങ്കിലും മൂന്നാമത്തെ ഈ ബോഡി എന്ന് പറയുന്നത് നമുക്ക് മൂന്നാമത്തെ ടെർമിനലായിട്ട് യൂസ് ചെയ്യാം. അത് കളക്ടറാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് മറ്റൊരു ആക്റ്റീവ് കമ്പോണൻ്റാണ് IC. അത് നമുക്ക് പല ടൈപ്പ്, ഇതിപ്പോൾ ഡുവൽ ലൈൻ പാക്കേജ്, 2 ലൈനുകളായിട്ടുള്ള പാക്കേജ് ആയിട്ട് ഇരിക്കുന്നതാണ്.
ഇത് വന്നിട്ട് T0 എന്ന് പറയുന്ന പാക്കേജാണ്. അങ്ങനെ ഡിഫറൻറ്റ് ടൈപ്പ് പാക്കേജിൽ നമുക്ക് IC മാർക്കറ്റിൽ അവൈലബിൾ ആണ്.